Welcome to Shida's Talk. Hello everyone. Today I am going to discuss Class 7 Unit 1 Glimpses of the Emirates Solved Activities. ഇന്ന് ഞാൻ 7ാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റിലുള്ള ഗ്ലിംസസ് ഓഫ് ദി എമിറേറ്റ്സ് എന്ന പാഠഭാഗത്തുള്ള ആക്ടിവിറ്റീസാണ് നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ് മുഴുവനായിട്ട് കാണുക, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഡിയേഴ്സ്, നമുക്ക് ലെസൺ 3യുടെ ആക്ടിവിറ്റീസ് നോക്കാം അല്ലേ. ഗ്ലിംസസ് ഓഫ് ദി എമിറേറ്റ്സ് എന്ന പാഠഭാഗത്തിലുള്ള ആക്ടിവിറ്റീസ്. അപ്പോൾ ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണ് പറയുന്നത്? പിക്ക് ഔട്ട് സെൻറ്റൻസസ് റിലേറ്റഡ് ടു ദ ഫോളോയിങ് പിക്ചേഴ്സ് ഫ്രം ദ പാസേജ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. അല്ലേ, താഴെ തന്നിരിക്കുന്ന പിക്ചറുമായി ബന്ധപ്പെട്ട ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മുടെ ടെക്സ്റ്റിൽ, ഏത് സെൻറ്റൻസാണ് നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ളത്, അത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് പിക്ചർ കണ്ടാൽ തന്നെ നമുക്കറിയാം ബുർജ് ഖലീഫ അല്ലേ. അപ്പോൾ ബുർജ് ഖലീഫയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏത് സെൻറ്റൻസാണ് നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ളത്? ഐ വാസ് ഏബിൾ ടു വ്യൂ ദ ഇമ്പോസിങ് ബുർജ് ഖലീഫ, ദ ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ ദ വേൾഡ്. അപ്പോൾ ആ ഒരു സെൻറ്റൻസ് നമുക്കിവിടെ ഫസ്റ്റ് പിക്ചറിൽ എഴുതാം. ഇനി സെക്കൻഡ് പിക്ചർ അല്ലേ, സെക്കൻഡ് പിക്ചർ ഏതാ? ആ ഒരു ബോട്ട് റൈഡിൻ്റെ പിക്ചറാണ് അല്ലേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്താ എഴുതാൻ പറ്റുക? ഏത് സെൻറ്റൻസാണ്? ആ സെയിം ബുർജ് ഖലീഫയുടെ ആ സെയിം പാരഗ്രാഫിൽ തന്നെയുള്ള അടുത്ത ആ ഒരു സെൻറ്റൻസ്. എ ബോട്ട് റൈഡ് അറ്റ് ബർദുബായി ലേറ്റ് ഇൻ ദ ഈവനിങ് വാസ് എ ഫാസിനേറ്റിംഗ് എക്സ്പീരിയൻസ്. അപ്പോൾ ജസ്റ്റ് അത് എന്താണെന്ന് എഴുതിയാൽ മതി. അതിൻ്റെ കൂടെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ കുഴപ്പമില്ല, നമ്മൾ അതൊന്നും എഴുതണ്ട. ആ ബോട്ട് റൈഡിനെ കുറിച്ചുള്ള പറഞ്ഞ കാര്യങ്ങൾ മാത്രം എഴുതാം. ഇനി നെക്സ്റ്റ് അടുത്തത് എന്താ? സോളാർ പവർ പ്ലാന്റ് അല്ലേ. അപ്പോൾ അത് നമ്മളെന്താ എഴുതുക? At Soihan in Abu Dhabi, I caught sight of something unexpected. It was the entrance to the Noor Abu Dhabi solar power plant. It is the largest single-site solar power plant in the world. അല്ലേ, ജസ്റ്റ് അത് മുഴുവൻ എഴുതണമെന്നില്ല, നമുക്ക് ഇത്ര മാത്രം എഴുതാം. ഇറ്റ് വാസ് ദ എൻട്രൻസ് ടു ദ Noor Abu Dhabi solar power plant. It is the largest single-site solar power plant in the world. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ആക്ടിവിറ്റിയിലുള്ളത്. ഇനി സെക്കൻഡ് ആക്ടിവിറ്റി എന്താ? സെക്കൻഡ് ആക്ടിവിറ്റി നമുക്കിവിടെ കാണുന്നത് ഒരു കോൺവെർസേഷനാണ്. മിഴിയും സെറിയും തമ്മിൽ നടത്തുന്ന ഒരു കോൺവെർസേഷനാണ്. അപ്പോൾ അതിൽ എന്താണ്? മിഴി ചോദിക്കുന്നതാണ് അല്ലേ. അവൾ ആദ്യമായിട്ട് പോകുന്ന സ്കൂളിലേക്കുള്ള വഴി ചോദിക്കുന്നതാണ്. അപ്പോൾ അതൊന്നും ഞാനിവിടെ പറഞ്ഞിട്ട് വെറുതെ ലെങ്ത്ത് കൂട്ടുന്നില്ല, നിങ്ങൾ വായിച്ചു നോക്കുക. ആ ഒരു മിഴി ചോദിക്കുന്നതും അതിനനുസരിച്ചിട്ട് സെറ പോകേണ്ട ആ ഒരു വഴി, സ്കൂളിലേക്ക് പോകേണ്ട വഴി പറഞ്ഞു കൊടുക്കുന്നതുമാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നത് അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു കോൺവെർസേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേ ടു മൈ സ്കൂള്, അതിനെ ഒരു സെറ എന്ത് ചെയ്തിട്ടുണ്ട്? അതിനെ ഒരു റൂട്ട് മാപ്പ് ആക്കിയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ഇൻസ്ട്രക്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. എന്താ ഇൻസ്ട്രക്ഷൻ? ടു റീച്ച്, അതായത് അവരാ സംസാര ഭാഗത്ത് നിന്നും ആര് പറഞ്ഞു കൊടുത്ത വഴികൾ? സെറ പറഞ്ഞു കൊടുത്ത വഴികളെ എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഒരു എന്താ പറയുക, റൂട്ട് മാപ്പിൽ ഡിസ്ക്രിപ്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. ടു റീച്ച് ടൗൺ മോഡൽ സ്കൂൾ, ഗോ സ്ട്രെയിറ്റ് അലോങ് ബീച്ച് റോഡ് ഫോർ 50 meters. യു ക്യാൻ സ്പോട്ട് എ ബിഗ് ഗ്രീൻ സൈൻ ബോർഡ് ഇൻഡിക്കേറ്റിംഗ് തൂവൽ തീരം റോഡ്. അതായത് ആ പോകേണ്ട വഴികൾ കൃത്യമായിട്ട് ഓരോന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ടെക്സ്റ്റിൽ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും അല്ലേ. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട ആക്ടിവിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. Take your pencil, crayons and paper. Let us draw a map connecting your home to your school. Show landmarks on the way like a park, a supermarket, a bank, an Akshaya Kendra and a post office. Let us name the roads too. Use all the bright crayons you have to make the map colorful. ഇവിടെ ഇപ്പം നമ്മൾ ഈ പിക്ചറിൽ ഒരു കളർ മാപ്പ് ഇവിടെ കണ്ടിട്ടില്ലേ, ഒരു മാപ്പ് കാണുന്നില്ലേ. അപ്പോൾ ഇതേപോലെ നമ്മുടെ വീട്ടിൽ നിന്നും സ്കൂളിലേക്കുള്ള വഴി നമ്മൾ വരച്ചിട്ട് എന്ത് ചെയ്യണം? ഒരു മാപ്പ് ഉണ്ടാക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ കാര്യങ്ങളൊക്കെ എഴുതി നിങ്ങളുടെ വീട്ടിൽ നിന്നും റോഡിലേക്കുള്ള മാപ്പ് നിങ്ങൾ ഉണ്ടാക്കുക. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് തൊട്ടടുത്തുള്ള സ്കൂളിലേക്കുള്ള
റൂട്ടായിരിക്കും. അപ്പം ഞാൻ ആ ഒരു മാപ്പും വരച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഇതൊക്കെ പോലെ തന്നെ ഉണ്ടാവുക. അപ്പോൾ അതിന് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ചിട്ട് എന്ത് തരേണ്ട ആവശ്യമില്ല, ഒരു എക്സാമ്പിൾ തരേണ്ട ആവശ്യമില്ല, നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് വരച്ച് നോക്കുക. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ താഴെയുള്ള ബി ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താ അത്? റൈറ്റ് എ പാരഗ്രാഫ് ഡിസ്ക്രൈബിങ് ദ വേ ടു സ്കൂൾ ഫ്രം യുവർ ഹോം ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. ഇനി അതിനൊരു പാരഗ്രാഫായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ട് എഴുതണം. ഏതുപോലെ? നമുക്ക് ഈ തന്നിരിക്കുന്ന പാരഗ്രാഫ് പോലെ. അപ്പോൾ ആ പാരഗ്രാഫ് ആദ്യം നിങ്ങളൊന്ന് എഴുതിയതിന് ശേഷം റൂട്ട് മാപ്പ് വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ക്ലിയറായിട്ട് അത് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഞാനിവിടെ ജസ്റ്റ് എന്ത് ചെയ്യാം, ഇവിടെ ഒരു മോഡൽ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഓക്കെ. ഒരു പാരഗ്രാഫ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഓൾറെഡി നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ അതിൻ്റെ ഒരു മോഡലുണ്ട്. അപ്പോൾ അതേപോലെ നിങ്ങളും എന്ത് ചെയ്യാം, നിങ്ങളെ വീട്ടിൽ നിന്നും സ്കൂളിലേക്കുള്ളത് ഇപ്പം ഞാൻ തന്നു കഴിഞ്ഞാൽ അതെല്ലാവർക്കും മാച്ച് ആവണമെന്നൊന്നുമില്ലല്ലോ, നമ്മൾ തന്നെ സ്വന്തം എഴുതി നോക്കുകയല്ലേ വേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു ജസ്റ്റ് എക്സാമ്പിളായിട്ട് ഞാൻ തരാം. ഇവിടെ ബോക്സിൽ നമുക്ക് യൂസ് ചെയ്യേണ്ട ഡിറക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളൊരു എക്സാമ്പിൾ ഞാൻ തരാം. ഓക്കെ. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ ഞാനിവിടെ തരുന്നത് ജസ്റ്റ് ഒരു മോഡൽ മാത്രമാണ് കേട്ടോ. അത് കുറച്ചൊരു എന്താ പറയുക, സാഹിത്യവൽക്കരിച്ച് എഴുതിയതുപോലെയൊക്കെ അങ്ങോട്ട് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ലെഫ്റ്റും റൈറ്റൊക്കെ പറഞ്ഞിട്ട് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ. എവറി മോർണിംഗ് ഐ ലീവ് മൈ ഹോം ആൻഡ് ഗോ അലോങ് ഓക്ക് സ്ട്രീറ്റ് അണ്ടിൽ ഐ റീച്ച് ദ ട്രാഫിക് ലൈറ്റ് അറ്റ് ദ മെയിൻ ഇൻ്റർസെക്ഷൻ. അല്ലേ? എല്ലാ ദിവസവും രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യും, ആ ഓക്ക് സ്ട്രീറ്റിലൂടെ പോകും. എവിടെ എത്തുന്നത് വരെ? ആ ഒരു മെയിൻ കവലയിലുള്ള ആ ഒരു മെയിൻ ജംഗ്ഷനിലുള്ള ട്രാഫിക് ലൈറ്റിലെത്തും. ആഫ്റ്റർ ക്രോസിങ് ഐ പാസ് എ ബാങ്ക് ഓൺ ദ ലെഫ്റ്റ്. അതിനുശേഷം എന്ത് ചെയ്യും, അവിടുന്ന് ക്രോസ് ചെയ്തതിന് ശേഷം ഒരു ബാങ്ക് അല്ലെ ഐ പാസ് എ ബാങ്ക് ഓൺ ദ ലെഫ്റ്റ് സൈഡിലെ ബാങ്കിൻ്റെ അതിലേക്ക് കൂടെ പാസ് ചെയ്യും. എ ഫെമിലിയർ ലാൻഡ്മാർക്ക് ദാറ്റ് സിഗ്നിഫൈസ് ഐ ആം ഓൺ ദ റൈറ്റ് പാത്ത്. അപ്പോൾ അതൊരു ഫെമിലിയർ ലാൻഡ്മാർക്കാണ്. ഒരു ബാങ്ക് എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം അല്ലേ. നമ്മൾ ചില ആൾക്ക് വഴി പറഞ്ഞു കൊടുക്കുമ്പോൾ ബാങ്കിൻ്റെ അതിലേ, പിന്നെ അക്ഷയ കേന്ദ്രത്തിൻ്റെ അതിലേ എന്നൊക്കെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഇന്ന സൂപ്പർ മാർക്കറ്റിലേക്ക് കൂടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കുള്ള ലാൻഡ്മാർക്ക് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും നമ്മൾ എന്ത് ചെയ്യണം, സ്പെസിഫൈ ചെയ്യണം. ഫ്രം ഹിയർ ഇറ്റ്സ് അബൌട്ട് 2 kilometers ടു ദ സ്കൂൾ. അപ്പോൾ അവിടെ നിന്നും ആ ബാങ്കിൽ നിന്നും 2 കിലോമീറ്ററാണ് സ്കൂളിലേക്കുള്ളത്. കണ്ടിന്യൂയിങ് സ്ട്രെയിറ്റ്. അപ്പോൾ അതുവഴി സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പോവുക. ഐ വോക്ക് ഡൗൺ ELM റോഡ്. ആ ഒരു റോഡിലേക്ക് കൂടി, ചില റോഡിന് പേരുണ്ടാവും അല്ലേ, ആ റോഡിലേക്ക് കൂടി അങ്ങ് പോവുക. എൻജോയിങ് ദ ട്രീ ലൈൻഡ് സൈഡ് വോക്സ്. അത് ജസ്റ്റ് നമ്മൾ പറയാം, ആ ഒരു 2 സൈഡിലുള്ള ആ ഒരു മരങ്ങളൊക്കെ എന്ത് ചെയ്യുക, അതൊക്കെ എൻജോയ് ചെയ്തിട്ട് ആ സൈഡിലേ അങ്ങ് നടക്കുകയാണ്. ഇവൻച്വലി ഐ റീച്ച് മാപ്പിൾ അവന്യൂ ആൻഡ് ടേൺ റൈറ്റ്. അങ്ങനെ മാപ്പിൾ അവന്യൂ എന്ന് പറയുന്ന ഓരോ ലാൻഡ്മാർക്ക് എടുത്ത് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാപ്പിൾ അവന്യൂവിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞ് എന്ത് ചെയ്യുക, റൈറ്റിലേക്ക് ടേൺ ചെയ്യുക. സീയിങ് ദ സ്കൂൾ ബിൽഡിംഗ് കം ഇൻ ടു വ്യൂ. അപ്പോൾ റൈറ്റിലേക്ക് ടേൺ ചെയ്യുമ്പോൾ തന്നെ സ്കൂൾ ബിൽഡിംഗ് നമുക്ക് കാണാൻ പറ്റും. ഫൈനലി ഐ ക്രോസ് ദ സ്മോൾ പാർക്ക് ആൻഡ് അറൈവ് അറ്റ് ദ സ്കൂൾ എൻട്രൻസ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സ്കൂൾ ബിൽഡിംഗ് കാണുന്നതിൻ്റെ ഇടയിൽ തന്നെ ഒരു ചെറിയ പാർക്കുണ്ട്. ആ പാർക്ക് ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂൾ ഗേറ്റിലെ ആ ഒരു എൻട്രൻസിൽ എത്താൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ ഇത് ജസ്റ്റ് ഒരു മോഡൽ മാത്രമാണ്. ഇതുപോലെ നിങ്ങളൊന്ന് സ്വന്തമായിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. നമുക്ക് ഇതിലെ തേർഡ് ആക്ടിവിറ്റി നോക്കാം. തേർഡ് ആക്ടിവിറ്റി എന്താണ് പറയുന്നത്? യുവർ ഫ്രണ്ട് നഷ്വ മറിയം ഫ്രം UAE ഡിസൈഡഡ് ടു വിസിറ്റ് യുവർ ഹോം ഇൻ കേരള. UAEയിലുള്ള നിങ്ങളുടെ ഫ്രണ്ട് നഷ്വ മറിയം കേരളത്തിലുള്ള നിങ്ങളുടെ വീട് വിസിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഹിയർ ഈസ് ദ ബോർഡിംഗ് പാസ് ഓഫ് നഷ്വ മറിയം അല്ലേ. അപ്പോൾ ഇവിടെ നഷ്വ മറിയത്തിൻ്റെ ഒരു ബോർഡിംഗ് പാസ്സാണ് കാണിച്ചിരിക്കുന്നത്. അവർ ഹൂ അറൈവ്ഡ് അറ്റ് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഫ്രം ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ അവർ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് വരുന്നത്. എവിടെ നിന്നാണ് പുറപ്പെട്ടത്? ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന്. അപ്പോൾ ഇവിടെ ഒരു ബോർഡിംഗ് പാസിൻ്റെ ഒരു മോഡൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ എന്തൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്? പാസഞ്ചേഴ്സ് നെയിമുണ്ട്, പിന്നെയോ ബോർഡിംഗ് എയർപോർട്ട് അല്ലേ, എവിടെ നിന്നാണ് അവർ കയറുന്നതെന്നുണ്ട്, അവരുടെ ഡെസ്റ്റിനേഷൻ ഉണ്ട്, അതാണ് ഇവിടെ ഫ്രമും ടു ആയിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്ലൈറ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്, സീറ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്, ഡേറ്റ്, അവർ യാത്ര ചെയ്യുന്ന ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, ഡിപ്പാർച്ചർ ഗേറ്റ് നമ്പർ അല്ലേ, ആ ഡിപ്പാർച്ചർ ഗേറ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അവരെ പുറപ്പെടുന്നതിൻ്റെ ഗേറ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്. എ പാസഞ്ചർ കനോട്ട് എൻ്റർ എ ഫ്ലൈറ്റ് വിത്തൗട്ട് ദ ബോർഡിംഗ് പാസ്. ഈ ബോർഡിംഗ് പാസ് ഇല്ലാതെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ആർക്കും തന്നെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നമ്മുടെ ആക്ടിവിറ്റി എന്താ? ആഫ്റ്റർ ലാൻഡിങ് നഷ്വ മറിയം വാസ് ഗിവൺ എ ഫോം ടു ബി ഫിൽഡ് അപ്പ് അല്ലേ. ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നഷ്വ മറിയത്തിന് എന്ത് ചെയ്യണം? ഒരു ഫോം ഫില്ല് ചെയ്യണം. ഹെൽപ്പ് ഹെർ കംപ്ലീറ്റ് ഇറ്റ്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാം. യു ക്യാൻ യൂസ് ദ ബോർഡിംഗ് പാസ് ടു ഫിൽ ഇൻ സം ഓഫ് ദ എൻട്രീസ്. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതാൻ നമ്മൾ ആ ബോർഡിംഗ് പാസ്സാണ് യൂസ് ചെയ്യേണ്ടത്.
അപ്പോൾ ഇവിടെ നമ്മൾക്ക് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ഫില്ല് ചെയ്യേണ്ട ഫോം ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ഓൾ പാസഞ്ചേഴ്സ് കമ്മിങ് ടു ഇന്ത്യ ആർ റിക്വയർഡ് ടു ഫിൽ അപ്പ് ദിസ് പ്രോ ഫോമ ആൻഡ് സബ്മിറ്റ് ഇറ്റ് അറ്റ് ദ ട്രാവലേഴ്സ് കൗണ്ടേഴ്സ് അറ്റ് ദ എക്സിറ്റ്. അപ്പോൾ വിദേശത്തു നിന്ന് വരുന്ന ഇന്ത്യയിലേക്ക് എത്തുന്ന എല്ലാവരും ഈ ഫോം ഫില്ല് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ആ ട്രാവലേഴ്സ് കൗണ്ടറിൽ ഇത് ഏൽപ്പിക്കണം. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. അപ്പോൾ പേഴ്സണൽ ഇൻഫർമേഷൻ അല്ലേ. നെയിം ഓഫ് ദ പാസഞ്ചർ എന്താ? നഷ്വ മറിയം. ഫ്ലൈറ്റ് നമ്പർ എത്രയാ? AB123. ഓക്കെ. സീറ്റ് നമ്പർ 123A. ഡേറ്റ് ഓഫ് അറൈവൽ എപ്പോഴാണ്? ഡേറ്റ് ഓഫ് അറൈവൽ 24 ഓഗസ്റ്റ് അല്ലേ. ഇനി പോർട്ട് ഓഫ് ഒറിജിൻ ഓഫ് ജേണി അല്ലേ. എവിടെ നിന്നാണ് അവർ വരുന്നത്? ഓക്കെ, ദുബായ് അല്ലേ. ഡേറ്റ് ഓഫ് അറൈവലിൻ്റെ ഡേറ്റ് എപ്പോഴാണ്? ഓക്കെ, 24 ഓഗസ്റ്റ് 2023. ഓക്കെ. ഇനി പോർട്ട് ഓഫ് ഫൈനൽ ഡെസ്റ്റിനേഷൻ, അവർക്ക് എത്തേണ്ടത് എവിടെയാണ്? കൊച്ചിയിൽ അല്ലേ. കൊച്ചിയിലാണ് അവർ വരുന്നത്. ഇനി കോണ്ടാക്ട് അഡ്രസ് ഇൻ ഇന്ത്യ ഫോർ ഓൾ ട്രാവലേഴ്സ്. അപ്പോൾ അവർക്ക് ഇന്ത്യയിൽ ഇനി അവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള അഡ്രസ്സ്. അപ്പോൾ അവർ നിങ്ങളുടെ വീട്ടിലേക്കാണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സാണ് നമുക്കിവിടെ ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഹൗസ് നമ്പർ എഴുതുക, സ്ട്രീറ്റ് എഴുതുക, വില്ലേജ് എഴുതുക, നിങ്ങളുടെ താലൂക്ക് എഴുതുക, ഡിസ്ട്രിക്റ്റ് എഴുതുക, സ്റ്റേറ്റ് എഴുതുക, പിൻ നമ്പർ എഴുതുക അല്ലേ. പിന്നെ റെസിഡൻസ് നമ്പർ, നിങ്ങളുടെ ഒരു വിളിക്കാൻ പറ്റുന്ന 2 നമ്പർ ഇവിടെ നിങ്ങൾ കൊടുക്കുക, ഒരു ഇമെയിൽ ഐ ഡിയും കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അതിൻ്റെ കൂടെ താഴെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. എന്താണ്? ആർ യു സഫറിങ് ഫ്രം എനി ഓഫ് ദ ഫോളോയിങ് സിംറ്റം? ഇതിൽ താഴെ പറയുന്നതിൽ എന്തെങ്കിലും ഒരു സിംറ്റം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിന് യെസ് ആണെങ്കിൽ യെസ് ഇടുക, നോ ആണെങ്കിൽ നോ എഴുതുക. ഓക്കെ. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ ആക്ടിവിറ്റി 3യിൽ നമ്മൾ ചെയ്യുന്നത്. ഞാൻ അടുത്തത് എന്താ? ആക്ടിവിറ്റി 4. നോട്ട് ദ വേർഡ്സ് ഇൻ ഇറ്റാലിക്സ് ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസ്. ദ സീ ഹാഡ് ദ സെയിം serene appearance everywhere. One experienced a kind of heavenly bliss at these quiet beaches. I was able to view the imposing Burj Khalifa, the tallest building in the world. Some words are used to describe people, place, and things. They describe how people, places or things look like, taste, smell or feel. അല്ലേ. നമ്മൾ എന്ത് ചെയ്യും? ചില ആൾക്കാരെയും ചില സ്ഥലങ്ങളെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് ആ പ്ലേസിനെയൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ അത് കാണുന്ന രീതി എങ്ങനെയാണെന്നും അല്ലേ, ചില കാര്യങ്ങളുടെ ടേസ്റ്റ് എങ്ങനെയാണെന്നും സ്മെൽ എങ്ങനെയാണെന്നും ഫീൽ എങ്ങനെയാണെന്നും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. റൈറ്റ് എ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് എ പ്ലേസ് യു ഹാവ് റീസെൻ്റ്ലി വിസിറ്റഡ് യൂസിങ് സം ഓഫ് ദീസ് വേർഡ്സ്. അപ്പോൾ ഈ താഴെ കൊടുത്തിരിക്കുന്ന വേർഡ്സ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളിപ്പോൾ അടുത്തായിട്ട് വിസിറ്റ് ചെയ്ത ഒരു പ്രദേശത്തിനെ കുറിച്ചിട്ട് നിങ്ങൾ ഇവിടെ എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്കെന്ത് ചെയ്യാം? അതൊന്ന് ഇവിടെ എഴുതി നോക്കാം. ഞാൻ അടുത്തായിട്ട് പോയ ഒരു സ്ഥലം എന്ന് പറയുന്നത് മൂന്നാറാണ്. അപ്പോൾ മൂന്നാറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാനിവിടെ തരാം. ഓക്കെ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ തുടങ്ങുന്നത്? റീസെൻ്റ്ലി ഐ വിസിറ്റഡ് മൂന്നാർ, എ പിക്ചറസ്ക്യൂ ഹിൽ സ്റ്റേഷൻ ഇൻ കേരള അല്ലേ. മനോഹരമായ ഒരു ഹിൽ സ്റ്റേഷനാണ്, കേരളത്തിലുള്ള മനോഹരമായ ഒരു ഹിൽ സ്റ്റേഷനാണ് മൂന്നാർ. നെസ്റ്റൽഡ് ഇൻ ദ വെസ്റ്റേൺ ഗാർഡ്സ്, മൂന്നാർ ഈസ് എ ബ്യൂട്ടിഫുൾ ബ്ലെൻഡ് ഓഫ് ലഷ് ഗ്രീനറി ആൻഡ് റോളിംഗ് ടീ പ്ലാന്റേഷൻസ് അല്ലേ. നമ്മുടെ പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ മൂന്നാർ എന്ന് പറയുന്ന വളരെ മനോഹരവും നല്ല ഗ്രീനറിയും പിന്നെ ടീ പ്ലാന്റേഷൻ അല്ലേ, തേയിലത്തോട്ടങ്ങളൊക്കെയുള്ള സ്ഥലമാണ്. ദ എയർ ഈസ് ഫ്രഷ് ആൻഡ് ക്രിസ്പ്, ഓഫറിങ് എ പീസ്ഫുൾ എസ്കേപ്പ് ഫ്രം ദ ബിസി സിറ്റി ലൈഫ്. അപ്പോൾ അവിടുത്തെ എയർ എന്ന് പറയുന്ന നല്ല ഫ്രഷും ക്രിസ്പുമാണ്. അത് നമുക്ക് എന്ത് ഓഫർ ചെയ്യുന്നുണ്ട്? വളരെ സമാധാനപരമായ ഒരു അന്തരീക്ഷം, നമ്മുടെ തിരക്ക് പിടിച്ച ആ ഒരു ബിസി ലൈഫിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടം തന്നെ നമുക്ക് പറയാം. അങ്ങനെ ഒരു നല്ലൊരു അന്തരീക്ഷം നമുക്ക് മൂന്നാർ നൽകുന്നുണ്ട്. ദ ടീ ഗാർഡൻ സ്ട്രെച്ച് ആസ് ഫാർ ആസ് ദ ഐ ക്യാൻ സീ അല്ലേ. നമ്മളെ കണ്ണെത്താത്തിടത്തോളം ദൂരത്തിൽ എന്തുണ്ട്? തേയിലത്തോട്ടങ്ങളുണ്ട്. പിന്നെയോ ക്രിയേറ്റിംഗ് എ വൈബ്രൻറ്റ് ആൻഡ് കളർഫുൾ ലാൻഡ്സ്കേപ്പ്. കൂടാതെ വളരെ ഊർജ്ജസ്വലവും കളർഫുള്ളുമായ എന്താണ് ഒരു ലാൻഡ്സ്കേപ്പാണ് നമുക്ക് മൂന്നാറിൽ കാണാൻ കഴിയുക. വൈൽ ദ ടൗൺ സെൻറ്റർ ക്യാൻ ബി ക്രൗഡഡ് വിത്ത് ടൂറിസ്റ്റ് അല്ലേ. ആ ടൗണ് ടൂറിസ്റ്റുകളായിട്ട് നിറഞ്ഞിട്ടുണ്ടെങ്കിലും ദ സറൗണ്ടിങ് ഹിൽസ് ആൻഡ് ക്വൈറ്റ് വാലീസ് ഓഫർ എ സിറീൻ ആൻഡ് ട്രാങ്ക്വിൽ എക്സ്പീരിയൻസ്. ടൗൺ എന്തായിട്ടുണ്ട്? നമ്മുടെ ടൂറിസ്റ്റിനെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാലും
നമുക്ക് ആ ഒരു ഹിൽ സ്റ്റേഷൻ എന്ത് നമുക്ക് തരുന്നുണ്ട്? ആ ഒരു ഹില്ല് നമുക്കൊരു ഹില്ലും ആ ഒരു ക്വയറ്റ് വാലീസും ആ ഒരു താഴ്വരയൊക്കെ നമുക്ക് ഒരു ശാന്തവും എന്താ പറയുക സ്വസ്ഥവുമായ ഒരു അനുഭവം തന്നെയാണ് നമുക്ക് തരുന്നത്. The scenic beauty combined with the safe and welcoming atmosphere makes Munnar a must-visit destination in Kerala. അപ്പോൾ അതിൻ്റെ ആ ഒരു മനോഹാരിതയും അതിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ എന്ത് പറയുന്നുണ്ട്? എന്തായാലും നിർബന്ധമായിട്ടും നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. കേരളത്തിൽ നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് മൂന്നാർ. ശരിക്കും ഒരു എന്താ പറയുക നല്ലൊരു ബ്യൂട്ടി സ്പോട്ട് തന്നെയാണ് മൂന്നാർ അല്ലേ? അപ്പോൾ ഇതൊരു ജസ്റ്റ് ഞാൻ പോയ സ്ഥലവുമായിട്ട് വെച്ചിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു ഡിസ്ക്രിപ്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾ പോയ സ്ഥലങ്ങളിലെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് തയ്യാറാക്കാം? ഇതേപോലുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് തയ്യാറാക്കാം. ഓക്കെ, അപ്പോൾ ഇത്ര വരെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ. അപ്പോൾ അടുത്തത് നമ്മൾ നെക്സ്റ്റ് യൂണിറ്റാണ് എടുക്കേണ്ടത്. അടുത്ത യൂണിറ്റുമായി വൈകാതെ തന്നെ കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൻ്റെ കാര്യം മറന്നു പോകരുത്.